ഹായ്, അപ്പോൾ നമ്മളിന്ന് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റിലുള്ള ഒരു ഭാഗമാണ്. അവിടുന്ന് ഹൈറ്റിൽ നിന്ന് നമ്മൾ സർഫസിലോട്ട് വരികയാണ്, എർത്തിൻ്റെ സർഫസിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ കുഴിച്ചു പോയി, അതായത് ഒരു ഡെപ്തിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹൈറ്റിൽ നിന്ന് സർഫസിലോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഹൈറ്റിൽ നിന്ന് സർഫസിലോട്ട് പോകുമ്പോൾ ജി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ആർ ആണ്. ആൻഡ് തിരിച്ച് നമ്മൾ ഡെപ്തിലോട്ട് വരികയാണെങ്കിൽ എന്താ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ആർ. ഓക്കെ, ഇനി നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π√L/g. നമുക്ക് പെൻഡുലത്തിൻ്റെ ഒരു കേസ് നോക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തരും. അതായത് ഇപ്പോൾ ഞാൻ മൗണ്ടേനിയസ് റീജിയൻസിൽ പോയി, അപ്പോൾ അവിടുത്തെ ടൈം പീരീഡിന് എന്ത് പറ്റുമെന്നുള്ളത്. ഓക്കെ, ഞാൻ മൗണ്ടേനിയസ് റീജിയൻസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു കുറയും. ഓക്കെ, അപ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ മൗണ്ടേനിയസ് റീജിയൻസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുമ്പോൾ എന്തുണ്ടാവുക, ടൈം പീരീഡ് കൂടും. ഓക്കെ, അപ്പോൾ ഈ ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് പെൻഡുലത്തിൻ്റെ കേസിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ള ടൈം. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഓസിലേഷനുള്ള ടൈമാണ് ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓസിലേഷനിലുള്ള ടൈം പീരീഡ് കൂടുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അങ്ങോട്ട് പോയി തിരിച്ചു വരാനായിട്ട് സമയം കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് PYQ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും നോക്കാം. ഈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ വന്നിട്ട് √Gm/r ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √g × r. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ വന്നിട്ട് √2Gm/r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √2gr. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പൊതുവേ ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതായത് ഒരു ബോഡിയുടെ മാസ് 2 കിലോയാണ്, അപ്പോൾ അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താവും, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്താവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ആ ഒരു ബോഡിയുടെ മാസിനെ കണക്ക് കൂട്ടണ്ട. ഓക്കെ, ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ആ മാസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമുക്ക് റോങ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഓർബിറ്റൽ വെലോസിറ്റിയും അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റിയും ഡസൻ ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി. ഓക്കെ, ഇനി ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ വാല്യൂ വന്നിട്ട് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 8 km/s ആണ്. ശരിക്കൊരു 7.9 km/s ആണ്. പക്ഷേ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് 8 km/s ഉപയോഗിക്കാറുണ്ട്. ഓർ ഇറ്റ് ഈസ് 8 × 10⁻³ ഓക്കെ, ഇനി എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ വന്നിട്ട് 8√2 km/s ആണ്. ആൻഡ് ഈ √2ൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 11.2 km/s ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂവിൽ ഏത് വാല്യൂ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ റേഷ്യോ ചോദിക്കും. ഓക്കെ, അതായത് എസ്കേപ്പ് വെലോസിറ്റീൻ്റെയും ഓർബിറ്റൽ വെലോസിറ്റീൻ്റെയും റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:√2. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ റേഷ്യോ ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1:√2 എന്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കുമ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഡിവൈഡ് ബൈ എസ്കേപ്പ് വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ √2:1 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഈ ഒരു പാട്ടിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സാധനം മുകളിലേക്ക് എറിഞ്ഞു, അതിൻ്റെ ഞാൻ കൊടുത്ത സ്പീഡ് എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയുടെയും ചെറിയ സ്പീഡാണ്. അതായത് എസ്കേപ്പ് വെലോസിറ്റിയാണ് ചെറിയ സ്പീഡാന്ന് പറയുമ്പോൾ എന്താ, അതൊരു പെർട്ടിക്കുലർ ഹൈറ്റിൽ പോയിട്ട് തിരിച്ചു വരും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷനാണ് h is equal to n²r/1 - n². ഓക്കെ, ആൻഡ് ഈ n എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിനെക്കാളും എത്രയോ ടൈംസ് ആണ്. ഓക്കെ, ആൻഡ് ഇത് സംടൈംസ് നമുക്ക് ഈ h തന്നിട്ട് n കണ്ടുപിടിക്കാനൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് കെപ്ലേഴ്സ് ലോസ് ആണ്. നമുക്കറിയാം കെപ്ലേഴ്സ് ലോസിൽ 3 ലോസ് ഉണ്ട്. ആൻഡ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് ഓൾസോ ആ ഡെഫിനിഷനും പഠിച്ചു വയ്ക്കുക. ആൻഡ് ഇതിലിപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലോ ഉണ്ട്. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ L = mvr, അതായത് mvr കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ,
ആൻഡ് എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആർ അങ്ങോട്ട് പോകുമ്പോൾ വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു എന്താ ആർ. ഓക്കെ, അപ്പോൾ അതായത് വി കൂടുമ്പോൾ ആർ കുറയും, പി കുറയുമ്പോൾ ആർ കൂടും. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോകാം. അതുപോലെ തന്നെ വേറൊരു ലോ എന്ന് പറയുന്നത് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൽ ബൈ 2m ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. ഓക്കെ, ഒരു കെ മീൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അതായത് സ്വീപ്പ് ചെയ്ത ഏരിയ ഡിവൈഡ് ബൈ ദ ടൈം ഈസ് ഈക്വൽ ടു എൽ ബൈ 2m ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ലോ ഓഫ് പീരിയഡ്സ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ടി സ്ക്വയർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എ ക്യൂബ്. ഈ ഒരു ലോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ കെപ്ലേഴ്സ് ലോസ് 3 ലോസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ഓഫ് പീരിയഡ്സ് ആണ്. ഓക്കെ, ആൻഡ് നമുക്കിനി ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി എന്താ പറയുക, നമ്മുടെ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ആയിട്ട് കുറച്ച് സിമിലർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -gm/r². ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഇവിടെ നെഗറ്റീവ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എന്താ പറയുക, ഇറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി മാസ്. ഓക്കെ, അതുകൊണ്ടാണ് അതെപ്പോഴും നെഗറ്റീവായി വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ പഠിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷനാണ് ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, ചില സമയത്ത് ഈ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഇതിൻ്റെ എന്താ യൂണിറ്റ് മാച്ച് ചെയ്യാൻ പറയും. അപ്പോൾ ആ സമയത്ത് Nm/kg ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും ഇറ്റ് ഈസ് സിമിലർ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണ് പഠിക്കാനുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വർക്ക് ബൈ മാസ്. ഇതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് -gm/r ആണ്. ആൻഡ് സംടൈംസ് നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇതിൻ്റെ യൂണിറ്റ് തരും. ആൻഡ് ആ സമയത്ത് അതായത് Joule/kg ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും പഠിച്ച് വയ്ക്കുക. L² ആൻഡ് L² T⁻². ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് LT⁻². ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഓഫ് മാസ് 60 gram എക്സ്പീരിയൻസസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് 3 Newton when placed at a particular point. The magnitude of the gravitational field intensity at that point is. അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 gram. ഈ 60 gram നമ്മൾ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 60 × 10⁻³ വരും. ഫോഴ്സ് നമുക്ക് 3 Newton ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഫോഴ്സ് ബൈ മാസിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/20 × 10⁻³ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 Nm/kg. ഇതിൻ്റെ യൂണിറ്റ് ചെയ്താൽ മറക്കരുത്. അടുത്തതായിട്ട് നമുക്ക് ഈ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് നോക്കാം. അതായത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു Gmm/2r, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -Gmm/r, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -Gmm/2r. ഈ 3 ഇക്വേഷൻസും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ആൻഡ് ഇവിടെ ഈ കൈനറ്റിക് എനർജിക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടൽ എനർജി ആവും. ആൻഡ് ഈ ടോട്ടൽ എനർജി ഇൻറ്റു 2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ U വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ, നമുക്കിനി വേറൊരു പാട്ട് നോക്കാം. അതിനു മുമ്പ് ഈ എന്താ പറയുക, 2 ഈക്വൽ ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ നടുക്കിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ √2F ആയിരിക്കും. അതിന് നടുക്കുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് √3F ആയിരിക്കും. 120 ആണ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് F ആയിരിക്കും. ആൻഡ് എന്താ ഒരു ആംഗിളും ഇല്ല, ദാറ്റ് മീൻസ് 0 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് 2F ആയിരിക്കും. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഇൻ 180 ഡിഗ്രി ദ നെറ്റ് ഫോഴ്സ് ഇസ് 0 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് എന്താ പറയുക, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഒരു എന്താ പറയുക 30 സെക്കൻഡ് പോകേണ്ടി വരും. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി ഡെപ്ത് 0 ആണെങ്കിൽ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഓക്കെ, സെൻറ്റർ ഓഫ് ദി എർത്തിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആവുന്നത്. ആ സമയത്തുള്ള വെയിറ്റ് ചോദിക്കും. ആ സമയത്തുള്ള വെയിറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0, കാരണം G ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ദ വെയിറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇനി ചില സമയത്ത് എന്താ ക്വസ്റ്റ്യൻസിൽ റേഡിയസ് സ്ട്രിങ്കായി, അപ്പോൾ അതിന് എന്ത് മാറ്റമാണ് വരിക എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റേഡിയസ് ഷ്രിങ്ക് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തും ഷ്രിങ്ക് ആവാന്നാണ്. ഓക്കെ, ഇനി എന്താ പറയുക, ഈ ഷ്രിങ്ക് ആയതിൻ്റെ പെർസെൻറ്റേജ് വരും. ചിലപ്പോൾ അത്
എന്താ 10%-നും ചെറുതാണെങ്കിൽ യു ക്യാൻ യൂസ് എറർ മെത്തേഡ്. എറർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ആൻഡ് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ആൻഡ് പിന്നെ ഒരു എന്താ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡയാമീറ്റർ തരും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഡയാമീറ്റർ മീൻസ് ചേഞ്ച് ഇൻ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഡയാമീറ്റർ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയ കുറച്ച് ഇക്വേഷൻസ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gm/r. ഇതിന് നമുക്ക് √2 ഇൻറ്റു സ്മോൾ g ഇൻറ്റു r എന്ന് എഴുതാം. ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ √gm/r, അതിനെ വീണ്ടും നമുക്ക് √small g ഇൻറ്റു r എന്ന് എഴുതാം. ആൻഡ് ഇതിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ആൻഡ് ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു r ഇൻറ്റു റൂട്ട് ഡെൻസിറ്റി. ഓക്കെ, ഇനി ചില കേസസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ 2 ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ എന്താ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അതുപോലെ തന്നെ എന്താ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു സൈൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ആൻഡ് ചില സമയത്ത് എന്താ ഈ ആംഗുലർ സ്പീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ദാറ്റ് ഈസ് mr². ഒമേഗൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π/t ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ ഒരു ചെറിയൊരു റീക്യാപ്പായിരുന്നു ഇത്. ആൻഡ് ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിച്ച കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് PYQs നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.